നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചേലക്കരയിൽ പോളിംഗ് ശതമാനക്കണക്കിൽ വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. വിജയമുറപ്പിച്ച LDF. മണ്ഡലം പിടിച്ചെടുക്കുമെന്ന UDFും NDA. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കനത്ത സുരക്ഷ. സ്കൂളിന്റെ ഭാഗമായുള്ള കെട്ടിടത്തിലാണ് സ്ട്രോങ് റൂം ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. പാലക്കാട് LDF മികച്ച വിജയം നേടുമെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ആര് വിചാരിച്ചാലും CPMനെ തോൽപ്പിക്കാനാകില്ലെന്നും EP ജയരാജൻ. പ്രളയ കാരണം പീച്ചി ഡാം മാനേജ്മെന്റിന്റെ വീഴ്ചയെന്ന പോലീസ് റിപ്പോർട്ട്. പ്രളയമുണ്ടായതിനു പിന്നാലെ ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് KPCC സെക്രട്ടറി ഷാജി ജെ കോടങ്കണ്ടത്താണ് പോലീസിൽ പരാതി നൽകിയത്. കട്ടിലപ്പൂത്ത് കാട്ടാനയിറങ്ങി വീടിന്റെ മതിൽ തകർത്തു. കട്ടിലപ്പൂം സ്വദേശി തൈക്കാട്ടുമുളയിൽ രാജുവിന്റെ വീട്ടുമതിലാണ് ആന തകർത്തത്. കൊടകര കള്ളപ്പണ കേസിൽ അന്വേഷണ പുരോഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതി നോട്ടീസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും DGPക്കുമാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 880 രൂപ കുറഞ്ഞ് 55,480 രൂപയും ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് 6,935 രൂപയുമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ 9 കിലോ 900 ഗ്രാം കഞ്ചാവാണ് റെയിൽവേ SI KO തോമസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്തിന് ശനിയാഴ്ച തുടക്കമാകും. തീർത്ഥാടക ബാഹുല്യം മുന്നിൽ കണ്ട് ഗുരുവായൂരിൽ മുന്നൊരുക്കങ്ങൾ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡായ ചേരുമാൻ മസ്ജിദ് വാർഡിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഡിസംബർ 10-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഇതോടെ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഡ്രൈവിംഗിനിടെയുണ്ടാകുന്ന തർക്കങ്ങളും അക്രമങ്ങളും ഏറിവരുന്നതായി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗിനിടെയുണ്ടാകുന്ന തർക്കങ്ങൾ സമചിത്തതയോടെ കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശം. ഭരണരംഗത്തെ ആശയവിനിമയത്തിന് ടിയാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി ടിയാരി എന്ന പദം ഉപയോഗിക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം. മേൽപ്പടിയാൻ അല്ലെങ്കിൽ പ്രസ്തുതയാൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ടിയാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി ടിയാരി എന്ന് ഉപയോഗിക്കരുത് എന്നാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ നിർദ്ദേശം. ശിശുദിനത്തോടനുബന്ധിച്ച് വേറിട്ട അനുഭവ വിരുന്നൊരുക്കി ചിറ്റിലപ്പള്ളി IES സ്കൂളിലെ ശിശുദിനാഘോഷം. പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലങ്ങളിലെ 2000-ൽ പരം വിദ്യാർത്ഥികളുടെ പേരുകൾ ആലേഖനം ചെയ്ത മരം കൌതുകമുണർത്തുന്ന കാഴ്ചയായി. മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം DCC സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നെഹ്റുവിന്റെ 135-ാം ജന്മദിനാഘോഷം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പ്രതിഭകളെ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത 18 വിദ്യാർത്ഥികളെയും സ്കൂളിലെ കായികാധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ മെഡിക്കൽ ഓഫീസും തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിനാചരണം സംഘടിപ്പിച്ചു. തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ നടന്ന ദിനാചരണം MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറെ വെമ്പലു MES അസ്മാബി കോളേജിൽ പുതുതായി നിർമ്മിച്ച ലൈബ്രറി, സെമിനാർ ഹാൾ, കാന്റീൻ എന്നിവ ഉദ്ഘാടനം ചെയ്തു. MES അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം എരണയെഴുത്ത് ക്ഷേത്ര പരിസരത്ത് LED മിനിമാസ് ലൈറ്റിംഗ് സിസ്റ്റം സ്ഥാപിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ 135-ാം ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് കരുമത്ര 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു അനുസ്മരണം നടന്നു. AA ബഷീർ അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റു ജന്മദിനാചരണം സംഘടിപ്പിച്ചു. DCC അംഗം ഇർഷാദ് K. ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ IFFT സംഘടിപ്പിക്കുന്ന 19ാമത് ചലച്ചിത്രമേള തൃശൂരിൽ തുടരുന്നു. 30ഓളം സിനിമകളാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ചലച്ചിത്രമേള നാളെ സമാപിക്കും.
തൃശൂർ ജില്ലാ സിവിൽ എഞ്ചിനീയേഴ്സ് ഗ്രീൻ കൺസ്ട്രക്ഷൻ സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചു. സംഘം പ്രസിഡന്റ് എം ലക്ഷ്മി നാരായണൻ, സെക്രട്ടറി പി ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു. പുലഴി മണ്ണുത്തൂർക്കോവിൽ ടെമ്പിൾ റോഡ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് രമ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സന്തോഷ് കുറുവത്ത്, വൈസ് പ്രസിഡന്റ് മനോജ് കോരപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ തൃശൂർ ബ്രാഞ്ചിന്റെയും കേരള കോമേഴ്സ് ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശനിയാഴ്ച ചിയാരം ICAI ഭവനിൽ രണ്ടാമത് സംസ്ഥാന കോമേഴ്സ് കാർണിവൽ സംഘടിപ്പിക്കും. 14 ജില്ലകളിൽ നിന്നും മികവ് തെളിയിച്ച 500ഓളം മത്സരാർത്ഥികൾ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണം സംഘടിപ്പിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം KK അശോകൻ ഉദ്ഘാടനം ചെയ്തു. തകരാറിലായ പുകക്കുഴൽ മാറ്റിസ്ഥാപിച്ച് ക്രിമിറ്റോറിയം തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ധർണ നടത്തി. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൃഷി വകുപ്പ് ആസൂത്രണം ചെയ്ത കേരള ഗ്രോ ബ്രാൻഡിന്റെ ജില്ലയിലെ ഔട്ട്ലെറ്റ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ പുതൂർക്കര ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മുണ്ടൻകോട് വയോധികരായ സഹോദരിമാർ താമസിക്കുന്ന വീട് തകർന്നു വീണു. കാരപ്പറമ്പിൽ കാളിക്കുട്ടി, സഹോദരി വത്സല എന്നിവരുടെ ഓടിട്ട വീടാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. തൃശൂർ നഗരത്തിൽ നടന്ന ശിശുദിന റാലി വർണ്ണാഭമായി. കുട്ടികളുടെ പ്രധാനമന്ത്രി S ദക്ഷിണ നയിച്ച റാലി തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പഴഞ്ഞി അരുവായി മേഖലയിലെ മുണ്ടകൻപാടത്തെ നെൽകൃഷിക്ക് പടരുന്ന കീടബാധ കർഷകരെ വലയ്ക്കുന്നു. കതിര് വരാറായ നെല്ലിനുണ്ടാകുന്ന രോഗങ്ങൾ വിളവിനെ ബാധിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ശിശുദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ശിശുദിന റാലി നടത്തി. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M ചീരൻ, ഗിൽബർട്ട് S പാറമേൽ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. കലൂർ VLPS സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക് പുനരുപയോഗം കുട്ടികളിലെത്തിക്കാൻ വൈവിധ്യ എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 37ാമത് ജില്ലാ സമ്മേളനം ശനിയാഴ്ച അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശബരിമല തീർത്ഥാടന കാലത്ത് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കും തിരിച്ചുമുള്ള KSRTC ബസ് സർവീസുകളിൽ സ്ത്രീകൾക്കായി ഒരു സീറ്റ് അനുവദിക്കണമെന്ന ആവശ്യവുമായി വയോധികയായ അയ്യപ്പ ഭക്ത രംഗത്ത്. അയ്യന്തോൾ സ്വദേശിനിയായ ലത എന്ന അയ്യപ്പ ഭക്തിയാണ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യമുന്നയിച്ചത്. പീപ്പിൾസ് തിയേറ്ററിന്റെ 10ാം വാർഷികവും വെറൈറ്റി വോയിസിന്റെ 5ാം വാർഷികവും ഞായറാഴ്ച സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കും. K രാധാകൃഷ്ണൻ MP വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. മുൻമന്ത്രി അഡ്വക്കേറ്റ് KP വിശ്വനാഥിന്റെ സ്മരണയ്ക്ക് തൃശൂർ താലൂക്ക് കോപ്പറേറ്റീവ് കോളേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ KP വിശ്വനാഥൻ സ്മാരക പുരസ്കാരത്തിന് ഷാഫി പറമ്പിൽ MP അർഹനായി. അഡ്വക്കേറ്റ് KP വിശ്വനാഥിന്റെ 1ാം ചരമവാർഷിക ആചരണത്തോടനുബന്ധിച്ച് ഡിസംബറിൽ കോപ്പറേറ്റീവ് കോളേജിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുരസ്കാര സമർപ്പണം നടത്തും. ജവഹർലാൽ നെഹ്റുവിന്റെ 135ാം ജന്മദിനം മുരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ചാമക്കല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ LP വിഭാഗം ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് അബ്ദുൾ സമ്മദ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി സൌത്ത് SNV LP സ്കൂളിൽ കുട്ടികളുടെ പാർക്കും പുതിയ ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികൾ സംയുക്തമായ ആമ്പല്ലൂരിൽ ശിശുദിന റാലി നടത്തി. റാലി പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഫ്ളാഗ് ഓഫ് ചെയ്തു. എനാമക്കൽ സെന്റ് മേരീസ് LP സ്കൂളിൽ ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. PTA പ്രസിഡന്റ് അംബിക ജോർജൻ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു.
കോടമുക്ക് സ്കൂളിലെ ശിശുദിനാഘോഷം പ്രധാന അധ്യാപകൻ ടി.യു. ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി അനു കെ.എ., അനു വർഗീസ്, ഫെമി ഫ്രാൻസിസ്, ജസീന എ.എസ്. എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് കണ്ണോത്ത് GMLP സ്കൂളിൽ നടന്ന ശിശുദിനാഘോഷം വാർഡ് മെമ്പർ NK വിമല ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക KK ജെയ്സി, K സിനി, ആൻജോ പോൾ എന്നിവർ നേതൃത്വം നൽകി. വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പാടൂരിൽ സമ്മേളനം നടത്തി. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റും MLA-യുമായ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രമേഹ വിളംബര ജാഥ നടത്തി. ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പലക്കുന്ന സെന്റ് അൽഫോൺസ ദേവാലയത്തിലെ അമ്പതിരുന്നാൾ ഈ മാസം 16, 17 തീയതികളിൽ ആഘോഷിക്കും. 17 രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ മെൽവിൻ പെരേപ്പാടൻ നേതൃത്വം നൽകും. INTUC പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണം സംഘടിപ്പിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ഒലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിച്ചു. അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഒലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. മണലൂർ പഞ്ചായത്ത് മാമ്പള്ളി 1-ാം വാർഡ് കൽപ്പക അംഗൻവാടിയിൽ നടന്ന ശിശുദിന റാലി വാർഡ് മെമ്പർ രതീഷ് കൂനത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ വാർഡ് മെമ്പർ KK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവം കലവറ നിറക്കിലും ഫണ്ട് ശേഖരണവും മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ ആസ്ഥാനത്ത് ഡെപ്യൂട്ടി രജിസ്ട്രാർ K വേദവതി പതാക ഉയർത്തി. അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൻ C ഡേവിസ് സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.